പലിശ വാങ്ങിയത് കൊണ്ട് ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു വരാം. പലിശ കൊണ്ട് ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലിശനെ പറ്റി ഒന്നും ഇപ്പം ആരും അങ്ങനെ വേദന പറയില്ല. കാരണം പലിശനെ പറ്റി വേദന ഇപ്പം ആർക്കും പ്രശ്നമല്ല. പലിശയുമായിട്ട് തീരെ ബന്ധപ്പെടാത്ത ആളുകളാണെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകളുണ്ട്? പലിശയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുമായി 30 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണെന്ന് ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പലിശ വാങ്ങുന്നതും കള്ളു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതുമായിട്ട് സ്വന്തം ഉമ്മയെ 30 തവണ വ്യഭിചരിക്കുന്നതിനോട് തുല്യമാണ് അണപ്പൈ പലിശ വാങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് പലിശ വാങ്ങൽ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞവരോടാണ്. പലിശ വാങ്ങാൻ പാടില്ല, പലിശ കൊടുക്കാൻ പാടില്ല, പലിശക്ക് സഹായിക്കാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. പണയം വെക്കാൻ വേണ്ടി സ്ത്രീകൾ തൻ്റെ ആഭരണം കഴിച്ചിട്ട് ആങ്ങളെ സൽക്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ സഹായിക്കാൻ പാടില്ല. അതിനൊക്കെ ഒരു പരിധിയില്ലേ? പരിധിയില്ല. അത് പരിധിക്ക് പുറത്തുള്ളത് പറയേണ്ടതില്ലല്ലോ. ഒരാൾക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല, ഒന്നും കഴിച്ചില്ലെങ്കിൽ ആൾ മരിച്ചു പോകും, കഴിക്കാനൊന്നും കിട്ടിയില്ല, എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് ആൾ കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് കണ്ടാൽ അയാൾക്ക് പന്നിയെ തിന്നാം എന്ന് കരുതി ആരെങ്കിലും പന്നിയെ തിന്നാന്ന് വസല പറയാറുണ്ടോ? പന്നിയെ തിന്നാലോ എന്ന് വസല പറയാറുണ്ടോ? ശവം തിന്നാലോ എന്ന് വസല പറയാറുണ്ടോ? അതൊരു പ്രത്യേക സാഹചര്യമാണ്. എന്നതുപോലെ അങ്ങനെ പ്രത്യേകമായ സാഹചര്യങ്ങൾ എല്ലാ നിയമത്തിനും ഉണ്ടാവാം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് ഒന്നും ചെയ്യാൻ പാടില്ല, വളരെ ആദരവോടുകൂടി കാണണം. മയ്യത്തിനെ എപ്പോഴും ആദരവോടുകൂടി കാണണം. മയ്യത്തിനെ പ്രയാസപ്പെടുത്തരുത്, മയ്യത്തിനെ ഫ്രീസറിൽ വെക്കരുത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ മയ്യത്തിനെ ഫ്രീസറിൽ വെക്കല, കേടുവരാതിരിക്കാൻ വേണ്ടി. പഴയ കാലത്ത് കേടുവരാക്കാൻ വേണ്ടി സാധനം ചൂടാക്കി വെക്കല. ഭക്ഷണമൊക്കെ കേടുവരാക്കാണ്ടി പഴയ കാലത്ത് എന്താ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് എന്നാ പിന്നെ മയ്യത്ത് കേടുവരാതെ നല്ല നല്ല തിളപ്പിച്ച് വെക്കല. അതെന്താ ആരും ചെയ്യാത്ത? പിടിച്ചിപ്പോ വന്നതല്ലേ കേടുവരാക്കാൻ. അപ്പൊ അത് പാടില്ല. എന്നാൽ പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതോ അത് ഒരു പ്രത്യേക നിയമമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നമ്മൾ വഴിപ്പെടുക എന്ന അർത്ഥത്തിൽ സർക്കാർ ഒരു നിയമമാക്കി കഴിഞ്ഞാൽ ആ നിയമത്തിന് നമ്മൾ വഴിപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആ ഏക സിവിൽ കോഡൊക്കെ വരുമ്പോൾ നമ്മൾ ശബ്ദിക്കുന്നത് അത് നിയമമായാൽ പിന്നെ എല്ലാവർക്കും അത് ബാധകമാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമത്തിന്റെ മുമ്പ്, നിയമമായി വരുന്നതിന് മുമ്പ് നമുക്ക് പ്രതിഷേധിക്കാം, നമ്മുടെ പ്രതിഷേധം അറിയിക്കാം. അതേ സമയത്ത് നിയമമായി കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അതിനാരും നിയമം പറയാറില്ല. എന്നതുപോലെയാണ് എൻ്റെ സഹോദരന്മാരെ, പലിശ വാങ്ങരുത്, അത് കടുത്ത തെറ്റാണ്. പലിശ വാങ്ങിയാൽ എന്താ? പലിശ വാങ്ങിയിട്ട് വീട് വെച്ചാൽ എന്താ? ലോണ് വാങ്ങുക എന്നാ പറയാറുള്ളത്. ലോൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, കടം വാങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന് പലിശ കൊടുക്കുകയാണ്, കടുത്ത പലിശയാ. 10 ലക്ഷം രൂപയുണ്ടാകുമ്പോ 25 ലക്ഷത്തിന്റെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൂടാ. 2-3 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് മര്യാദക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, തന്റെ നിലപാടിനോട് യോജിച്ച വാഹനം ലഭിക്കുമ്പോ അതിനേക്കാൾ പുതിയ പുത്തൻ വാഹനം വാങ്ങുന്നതിന് വേണ്ടി ലോൺ എടുത്തുകൂടാ. കടുത്ത ഹറാമു തന്നെ. വിശുദ്ധ ഖുർആൻ യുദ്ധം പ്രഖ്യാപിച്ച തെറ്റു തന്നെ.
5 വഖത്ത് കൃത്യമായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവർ, ജമാഅത്തിന് പങ്കെടുക്കുന്നവർ, അതുപോലെ സുന്നത്തുകളൊക്കെ പ്രവർത്തിക്കുന്നവർ പലിശ വാങ്ങുന്നതിനോ പലിശ കൊടുക്കുന്നതിനോ പലിശ ഇടപാട് നടത്തുന്നതിനോ ഒരു പേടിയുമില്ലാത്ത കാലമല്ലയോ? അല്ലാ, അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന നിലപാടോടുകൂടി, പലിശക്ക് എന്താണ് തെറ്റെന്ന നിലപാടോടുകൂടി ആരെങ്കിലും അത്തരം ഇടപാടുകൾ നടത്തിയാൽ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാ. ഇസ്ലാമിൽ ഹറാമാണെന്ന് അനിഷേധ്യമായി തെളിഞ്ഞ ഏതൊരു കാര്യവും അത് തെറ്റില്ല എന്ന വിശ്വാസത്തോടെ ലാഘവത്തോടെ നിസ്സാരപ്പെടുത്തി അത് പ്രവർത്തിച്ചാൽ ഇസ്ലാമിൽ അവന് അംഗത്വമില്ല, മുസ്ലിമായി മരിക്കൂല. സാന്ദർഭികമായി ഉറപ്പെടുത്തിയതാ. ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം, വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വർജിക്കണം. പക്ഷേ അതല്ല യഥാർത്ഥ ദീനുൽ ഇസ്ലാം. ഞാൻ ചോദിക്കുന്നു സഹോദരാ, നമ്മുടെ ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ, ഒരു പിതാവ് 8 കൊല്ലമോ 10 കൊല്ലമോ 25 കൊല്ലമോ ഗൾഫ് മണലാരണ്യത്തിൽ പോയി കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചതാ. ആ സമ്പാദ്യങ്ങൾ മുഴുവനും നാട്ടിലേക്ക് കൊണ്ടുവന്നതാ. വരുന്ന സമയത്ത് 2 പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടിയിൽ ഇഷ്ടം പോലെ പണമുണ്ട്, സ്വർണമുണ്ട്, സമ്പാദ്യങ്ങൾ മുഴുവനുമുണ്ട്. ആ ഉപ്പയങ്ങ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നന്ദിയുള്ള മക്കളും നന്ദിയുള്ള ഭാര്യയും നന്ദിയുള്ള കുടുംബവും ശ്രദ്ധിക്കുന്നത് ഉപ്പയോ ഉപ്പ കൊണ്ടുവന്ന പെട്ടിയോ. പലർക്കും വേണ്ടത് ഉപ്പയേക്കാൾ ഉപ്പ കൊണ്ടുവന്ന പെട്ടിയാണ്, ഉപ്പ കൊണ്ടുവന്ന സ്വർണമാണ്, ഉപ്പ കൊണ്ടുവന്ന സാധനങ്ങളാണ്, ഉപ്പ കൊണ്ടുവന്ന പെട്ടിയാണ്. അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഉപ്പയാണോ വലുത്, ഉപ്പ കൊണ്ടുവന്ന സാധനമാണോ വലുത്? നന്ദിയുള്ളവർക്ക്, ബോധമുള്ളവർക്ക്, അണുമണിത്തൂക്കം ബോധമുള്ളവർക്ക് ഏറ്റവും വലുത് ഉപ്പയാ. വീട് വെച്ച് തന്നത് ഉപ്പയാ, വിദ്യാഭ്യാസം തന്നത് ഉപ്പയാ, വാഹനം വാങ്ങിത്തന്നത് ഉപ്പയാ, ഈ സമ്പത്ത് മുഴുവനും ഞങ്ങൾക്ക് തന്നത് ഉപ്പയാ. ഉപ്പയേക്കാൾ വലുതല്ലല്ലോ ഉപ്പ കൊണ്ടുവന്ന പെട്ടിയും സാധനങ്ങളും. എന്നാൽ ക്രിസ്തു വർഷം 632 മാർച്ച് മാസം 31-ാം തീയതി അതാ അല്ലാഹുവിന്റെ റസൂൽ മിനയിൽ വെച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. വിശുദ്ധ ഖുർആൻ ആയത്തോതിയിട്ട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ഈ ദീന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീനിലേക്ക് ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനില്ല. പറയേണ്ടത് മുഴുവനും പറഞ്ഞിരിക്കുന്നു, കൽപ്പിക്കേണ്ടത് മുഴുവനും കൽപ്പിച്ചിരിക്കുന്നു, നിർദ്ദേശിക്കേണ്ടത് മുഴുവനും നിർദ്ദേശിച്ചിരിക്കുന്നു. ഇനി പുതിയ നിർദ്ദേശങ്ങൾ വേണ്ട, ഇനി പുതിയ കൽപ്പനകൾ വേണ്ട. ഈ ദീന് കാമില. വാത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് പൂർണ്ണമാ, അത് തീർത്തും തികഞ്ഞതാ, അതിൽ ഓവറില്ല. ഇതല്പം കൂടുതലായതുകൊണ്ട് എടുത്തു മാറ്റേണ്ടതില്ല, എടുത്തു ഒഴിവാക്കേണ്ടതില്ല, എടുത്തു ഒഴിവാക്കാനില്ലാത്ത വിധം ഇത് പൂർണ്ണമാ, എല്ലാം തികഞ്ഞതുമാ. ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി
1,24,000 വരുന്ന സഹാബാക്കളോട് അതാ അന്ന് മിനായിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാ. അതിനുശേഷം അത് ഹജ്ജ് മാസം 10-നാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ഈ ഏതാനും മാസങ്ങളാ. റബീഉൽ അവ്വൽ 12-നാണ് തങ്ങൾ വഫാത്താകുന്നത്. പിന്നീട് മുഹറം മാസം 10-ന് ഇറങ്ങിയ ഒരു ആയത്തുണ്ട്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നതാരാ? ഈ കൽപ്പനകൾ മുഴുവനും നിങ്ങൾക്ക് എത്തിച്ചു തന്നതാരാ? അള്ളാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാരാ? മലക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാരാ? അന്ത്യനാളിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാരാ? നിങ്ങൾക്കാരാണ് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നത്? ആരാ നിങ്ങൾക്ക് നരകം പറഞ്ഞു തന്നത്? ആരാ നിങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്? ആരാ നിങ്ങൾക്ക് ഈ കൽപ്പനകൾ മുഴുവനും പറഞ്ഞു തന്നത്? ആരാ നിങ്ങളോട് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞു തന്നത്? ആരാ നിങ്ങളോട് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു തന്നത്? ആരാ നിങ്ങളോട് മറ്റ് ഹറാമുകൾ ചെയ്യരുതെന്ന് പറഞ്ഞത്? ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്നൊരു പ്രവാചകരുണ്ട്, ഒരു റസൂലുണ്ട്. ആ റസൂലല്ലേ നിങ്ങൾക്ക് ഏറ്റവും വലുത്? ആ റസൂലിനെ മറന്നുകൂടാ. ആ റസൂലിനെ നിങ്ങൾക്ക് അവഗണിച്ചുകൂടാ. ഈ കൊണ്ടുവന്ന സാധനത്തെക്കാളൊക്കെയും വലുത്, ഈ കൊണ്ടുവന്ന നിസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും ഹജ്ജിനെക്കാളും സക്കാത്തിനെക്കാളും കൽപ്പിക്കപ്പെട്ട സർവകാര്യങ്ങളെക്കാളും നിങ്ങൾക്ക് വലുത് ഇത് കൊണ്ടുവന്ന തങ്ങളാ. ഈ തങ്ങളാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്കറിയുക. ഈ തങ്ങളാരാണോ അറിയുന്നത് അവനാണ് യഥാർത്ഥ മുഅ്മിന്, അവനാണ് യഥാർത്ഥ വിശ്വാസി, അല്ലാഹുവിന്റെ റസൂൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 കൊല്ലം കൊണ്ട് അതാ 1,24,000 അതല്ലെങ്കിൽ 1,40,000 അനുയായികളുണ്ട്, സ്വഹാബികളുണ്ട്. ഈ സ്വഹാബികളൊക്കെ ഖുർആൻ കീർത്തും പഠിച്ചവരാണോ? ഖുർആന്റെ ആഴത്തിൽ പഠനം നടത്തിയവരാണോ? ഈ ഖുർആന്റെ തഫ്സീർ മുഴുവനും പഠിച്ചവരാണോ? മതത്തിന്റെ സർവ്വ നിയമങ്ങളും പഠിച്ചവരാണോ? അവർക്ക് മഹാന്മാരായ സ്വഹാബാക്കളിൽപ്പെട്ട ആളുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കൽപ്പനകളോ അവിടുന്ന് കൽപ്പിച്ച വിരോധാജ്ഞകളോ അറിയേണ്ടി വന്നാൽ അവർ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ സമീപിക്കുകയാ, അബൂ ഹുറൈറത്ത് തങ്ങളെ സമീപിക്കുകയാ, അനസ് ഇബ്നു മാലിക് തങ്ങളെ സമീപിക്കുകയാ, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെ സമീപിക്കുകയാ, പ്രഗൽഭരും പ്രശസ്തരുമായ സ്വഹാബാക്കളെ സമീപിക്കുകയാ. അവരെല്ലാവരും ഖുർആനിൽ ആഴത്തിൽ പഠനം നടത്തിയവരല്ല. അതേ സമയത്ത് അവർക്കാകറിയുന്നൊരു കാര്യം ഹബീബായ തങ്ങളെ പറ്റിയിട്ടറിയാ. തങ്ങളറിയാത്ത ഒരു സ്വഹാബിയുമില്ല, ഒരു സ്വഹാബിയത്തുമില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് മുത്തുനബിയാണ്. എല്ലാറ്റിലും അവർ പഠിച്ചത് മുത്തുനബിനെയാണ്, അവർ കണ്ടത് മുത്തുനബിനെയാണ്, അവർ ദർശിച്ചത് മുത്തുനബിനെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്ത ഒരു സ്വഹാബിയുമില്ല. അതേ സമയത്ത് ഖുർആൻ അറിയാത്തവരുണ്ട്, ഖുർആന്റെ തഫ്സീർ അറിയാത്തവരുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങൾ അറിയാത്തവരുണ്ട്, നിയമങ്ങൾ അറിയാത്തവരുണ്ട്. ആവശ്യമാകുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ചോദിച്ചവർ പഠനം നടത്തുന്നുണ്ട്. അതേ സമയത്ത് തങ്ങളെ അവർക്ക് സർവ്വ സ്വഹാബികൾക്കും അറിയാം. ഹിറാഖ്ലിൻ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബികളോട് ഇന്റർവ്യൂ നടത്തിയിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബികളോട് നിങ്ങൾ ആ
മനുഷ്യനെ വിട്ടേക്കണം, ഈ മനുഷ്യനെ നിങ്ങൾ മാറ്റി നിർത്തിയേക്കണം, ഈ മനുഷ്യന്റെ പിറകിൽ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുത്തുനബിന്റെ സ്വഹാബത്ത് പറഞ്ഞതറിയുമോ? ഞങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. വാപ്പയാരാണെന്നറിയില്ല, ഉമ്മയാരാണെന്നറിയില്ല, സംസ്കാരം അറിയില്ല, നേര് അറിയില്ല, നെറികേടറിയില്ല, എന്താണ് ഭാര്യ ആരാണെന്നറിയില്ല, മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയില്ല, ഒരു സംസ്കാരവും ഞങ്ങൾക്കറിയില്ല. എത്രത്തോളം ആഖിർ സമാനിലെ മക്കളെ ഉപ്പ മരിച്ചാൽ അവർ ആദ്യം ഉപ്പന്റെ സമ്പത്ത് വിഹിതിക്കുന്നതിന്റെ മുമ്പ് ഉപ്പാന്റെ ഭാര്യമാരെയാ മക്കൾ ഓരി വെച്ചെടുത്തിരുന്നത്, പിതാവിന്റെ ഭാര്യമാരെയാണ് ഓരി വെച്ചെടുത്തിരുന്നത്. ഭാര്യ ഉമ്മയാരാണെന്നറിയില്ല, പെങ്ങളാരാണെന്നറിയില്ല, ഭാര്യയാരാണെന്നറിയില്ല. അത്രയ്ക്കും ഞങ്ങൾ മോശപ്പെട്ടവരാ, അത്രയും സംസ്കാരശൂന്യരാ. ഞങ്ങൾക്ക് മനുഷ്യത്വം പഠിപ്പിച്ചത്, മാനവികത പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് സംസ്കാരം പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് മാതാവാരാണെന്ന് പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് പിതാവാരാണെന്ന് പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് ഗുരുവാരാണെന്ന് പഠിപ്പിച്ചത്, ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ചത് ഈ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ വിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് വേണോ ഞങ്ങളെ കൊല്ലാമെന്ന് പറഞ്ഞ് ഹെറോക്ലിൻ ചക്രവർത്തിന്റെ മുൻപിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്ത് കൊന്നോളൂ. പക്ഷേ ഈ മനുഷ്യനെ വിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ മനുഷ്യനാ ഞങ്ങളെ മനുഷ്യരാക്കിയത്, ഈ മനുഷ്യനാ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് തന്നെയല്ല സമത്തുൻ നജാശിയോട് മഹാനായ ജഅഫർ തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ നിങ്ങൾക്ക് അറുത്താം. കഴുത്ത് നീട്ടിക്കൊടുത്തുകൊണ്ടാണ് ജഅഫർ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അറുത്തോളൂ. ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല, ഈ മനുഷ്യനെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. സർവ സ്വഹാബികൾക്കും അറിയുന്നത് ഈ തങ്ങളെയാ. അബൂബക്കർ സിദ്ദീഖ്, ബഹുമാനപ്പെട്ട ബീവി ഖദീജത്ത് റളിയല്ലാഹു അൻഹാ ഈ ലോകത്തെ ഒന്നാമത്തെ മുഅ്മിനാണ്. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുഅ്മിനത്തായത് ബീവി ഖദീജ. ഖുർആൻ കണ്ട് മുഅ്മിനായതല്ല, ഖുർആൻ പഠിച്ച് മുഅ്മിനായതല്ല, ഹബീബായ തങ്ങളെയാ ഖദീജ ബീവിക്കറിയുക. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാലച്ചെറുപ്പത്തിൽ മുത്തുനബിന്റെ കൂട്ടുകാരനാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നത് ഖുർആൻ കണ്ട് ഇസ്ലാമിൽ വന്നതല്ല, മുത്തുനബിയെ കണ്ട് ഇസ്ലാമിൽ വന്നത്. അലി റളിയല്ലാഹു അൻഹു ആ ബാലന്മാരെ കൂട്ടത്തിൽ ഒന്നാമത്തെ മുഅ്മിനെങ്കിൽ മുത്തുനബിയെ കണ്ടുകൊണ്ട് മുഅ്മിനായതാ. ഇന്നും പാശ്ചാത്യരും യൂറോപ്യന്മാരും ഓരോ ദിവസം ഇസ്ലാമിലേക്ക് ആകർഷിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവര് മുത്തുനബിയെ കണ്ടാ, തങ്ങളെ പറ്റി പഠിച്ച, തങ്ങളറിഞ്ഞത് കൊണ്ടാ. അസ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ അവർക്കറിയാം. അപ്പൊ ആ തങ്ങളെ അറിയുന്നത് കൊണ്ട് അവർ ഇസ്ലാമിൽ വന്നു. ഇപ്പോഴും അങ്ങനെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിൽ വരുന്നത്. ഓർത്തു നോക്കിയേ, നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മളൊക്കെ കാലച്ചെറുപ്പത്തിലേ കേൾക്കുന്നുണ്ട്, മങ്കൂസ് മൗലൂദ് കേൾക്കുന്നുണ്ട്, ഷറഫുൽ അനാം കേൾക്കുന്നുണ്ട്, പല മൗലൂദുകളും കേൾക്കുന്നുണ്ട്. അപ്പം ഈ മൗലൂദിലൊക്കെ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകും, അത് നമ്മൾ പറയല്ലേ, അതൊക്കെ കുറച്ചങ്ങോട്ട് ഓവറായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ടാവും, അത്രയൊന്നും അത് ഉണ്ടാവില്ല. അങ്ങനെ തോന്നലുണ്ടോ? തോന്നലില്ലേ? നിങ്ങളെന്താ എൻ്റെ കൂടെ അല്ലേ? അസ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ, അസ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ, മുഹദ്ദിദു ജിഹാത്തിൽ അദാലത്തി മുഹമ്മദ് മുസ്തഫ, ഖാതം മുഫസ്സിർ റിസാലത്തി മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ നമ്മിൽപ്പെട്ട ചില ആളുകൾക്കൊക്കെ തോന്നും, കാരണം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ,
ഓരോ വർഷവും നബിദിനാഘോഷം വളരെ വിപുല. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, കഴിഞ്ഞുപോയ വർഷത്തേക്കാൾ എത്രയോ ഖൈറായിരിക്കും വരാൻ പോകുന്ന വർഷങ്ങൾ. പഴയ കാലത്ത് ഞാനൊക്കെ മദ്രസ പോകുന്ന കാലത്ത് മദ്രസയിലൊക്കെ കുട്ടികൾ മാത്രം നടത്തുന്നൊരു പരിപാടിയാണ് ഈ നബിദിന പരിപാടികളൊക്കെ. നമ്മൾ കടലാസിൻ്റെ ഒരു ചെറിയ കൊടിയും കെട്ടിയിട്ടിങ്ങനെ ഈന്തപ്പനൻ്റെ എന്താ പറയുക, ഈ പനമ്പട്ടമ്മലിങ്ങനെ കൊടിയൊക്കെ കൂട്ടിങ്ങനെ പോവുമായിരുന്നു. അന്നൊക്കെ ആരെങ്കിലും സാധാരണക്കാർ വലിയ ആൾക്കാർ ജാതി പങ്കെടുക്കലുണ്ടോ? ഇല്ല. നിങ്ങൾ എഴുതിയോ? ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഓരോ വിപുലമായ ഇപ്പം ഏറ്റവും വലിയ പരിപാടിയാണ് മീലാദ് ഘോഷയാത്ര. ഇപ്പോൾ നേരത്തെ അതൊക്കെ ശിർക്കാണ്, തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ വരെ പറഞ്ഞ് ഏറ്റവും നല്ല പരിപാടിയാണ്, ഈ കാലത്ത് ഏറ്റവും വലിയ ദഅ്വാ പ്രവർത്തനമാണ് എന്നൊക്കെ പറയാൻ മടിക്കുന്ന ആളുകൾ വരെ ഉച്ചൈസ്തരം പറഞ്ഞൊരു കാലാണ്. എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ നബിദിനം. കഴിഞ്ഞ വർഷം 7 കിൻഡൽ പോത്തുണ്ടായിരുന്നു, 10 കിൻഡൽ അരി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു. എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കിൻഡൽ ഇങ്ങനെ കൂടുക. അരിൻ്റെ കിൻഡൽ പരിപാടികൾ എല്ലാം. ഇപ്പോൾ ഇവിടെ വന്ന പാടൻ എന്നോട് പറഞ്ഞു, ഇവിടെ എല്ലാ ദിവസവും രാവിലെ സുബൈക്ക് മൗലൂദാണ്, നല്ല ഇറച്ചിയും പൊറാട്ടയൊക്കെ നല്ല ഉഷാറാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്താ അതിനെന്താ ഒരു ആമീൻ കുറവുണ്ടല്ലോ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതിനെക്കൊണ്ട് കുറേ കിട്ടാത്തുണ്ട്, ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ നബിദിനം വമ്പം പരിപാടിയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഈ കൊല്ലം മുത്തുനബിയെ പറ്റി എന്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആൾ പറയും? കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. മുമ്പത്തെ വർഷത്തേക്കാൾ അല്പം കൂടുതൽ സ്നേഹം തങ്ങളോട് വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളെപ്പറ്റി ഈമാൻ കുറച്ചൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ പറയാൻ എത്ര ആളുകളുണ്ട്? കൈ പൊന്തിക്കണം എന്ന് ഞാൻ പറയണില്ല. ഓരോ വർഷം കഴിയും തോറും പോത്തിൻ്റെയും ഇറച്ചിയുടെയും അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ ആഹാരത്തിൻ്റെയും ബിരിയാണിയുടെയും ഒക്കെ എണ്ണവും അതിൻ്റെയൊക്കെ കേമവും ഇങ്ങനെ പറയാ എന്നതിൽ കവിഞ്ഞ് ഓരോ വർഷവും നബിദിനം നടക്കുമ്പോൾ മുത്തുനബിയെപ്പറ്റി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇന്നത് തങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്, ഇന്ന രൂപത്തിൽ തങ്ങളെ ഞാൻ അനുധാവനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, റസൂലുള്ളാഹിനെ പറ്റി എനിക്ക് വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹു തആല നമുക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മഹാന്മാരായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്ന് മുത്തുനബിയെ കണ്ടിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ സംഘടനയോ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകരോ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നത് ഓറിയൻ്റലിസ്റ്റുകളാണ്. ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തി ജമാഅത്തിൻ്റെ സമസ്തൻ്റെ കീഴ്ഘടകമൊന്നുമല്ല. അത് ജൂതന്മാരെ കൂട്ടത്തിൽ നിന്നും ക്രിസ്ത്യാനികളെ കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ദിഷണാശേഷികളായ നല്ല ബുദ്ധിമാന്മാരായ ഒരു വിങ്ങിൻ്റെ പേരാണ് ഓറിയൻ്റലിസ്റ്റുകൾ. അവർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളെ പറ്റിയാണ്, തങ്ങളുടെ ജീവിതത്തെ പറ്റിയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, അതിൻ്റെ വെറും സ്നേഹ മഹബ്ബ എന്ന് പറഞ്ഞാൽ തന്നെ മുത്തുനബിനോടുള്ള മഹബ്ബത്താണ്. സീറ എന്ന് പറഞ്ഞാൽ തന്നെ സീറത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടിക്രമമാണ്. മദീന എന്ന് പറഞ്ഞാൽ പട്ടണം എന്ന അർത്ഥം. പക്ഷേ മദീന എന്ന് മാത്രം പറഞ്ഞാൽ മുത്തുനബിൻ്റെ മദീനയാണ്, മുത്തുനബിയുടെ മദീനയാണ്. അത്രയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ക്രിസ്ത്യാനികളും ജൂതന്മാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി നമ്മുടെ കിതാബുകളിൽ, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയപ്പോൾ ഈ പറയുന്നത്, നമ്മുടെ മങ്കൂസ് മൗലിദിൽ അതുപോലെ ഷറഫുൽ അനാമിന് ഈ എല്ലാ മൗലിദിലും ഏകദേശം ഒരേ മാതിരിയാണുള്ളത്.
മങ്കൂസ് മൗലിദിലും ഒരേമാതിരി തന്നെ, ഏറെക്കുറെ അതേമാതിരി തന്നെയാണ് ഷറഫുൽ അനാമിൽ, ഏറെക്കുറെ അതേപോലെ തന്നെയാണ് സുബ്ഹാന മൗലിദിൽ, ജാല മൗലിദിൽ ഒക്കെ മൗലിദിലൊക്കെ അതിലൊക്കെ ഒരു ഐക്യപ്പെടലാണ്. എല്ലാം ഒരേ രൂപത്തിലാണ്. അതായത് മങ്കൂസ് മൗലിദ് ആദ്യമുള്ള മുത്തുനബിൻ്റെ നൂറിനെ പറ്റിയാണ്, പിന്നെ റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചതിനെ പറ്റിയാണ്, പിന്നെ റസൂലുള്ളാഹിനെ പ്രസവിച്ചതിനെ പറ്റിയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങളെ പറ്റിയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ മുഅ്ജിസാത്തുകളെ പറ്റിയാണ്. ഇതാണല്ലോ ഏറെക്കുറെ എല്ലാ മൗലിദിലുള്ളത്. എന്താണ് ഇതിങ്ങനെ പഠിപ്പിക്കാൻ കാരണം? ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ സംഭവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബാക്കൾക്കും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അത് പരസ്യമായിട്ടറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി സർവ്വർക്കും അറിയും. ഞാൻ ചോദിക്കട്ടെ, നാം ഈ പറയുന്നതിലോ പ്രചരിപ്പിക്കുന്നതിലോ ഇമാം ഖാദി ഇയാദ് തങ്ങൾ തന്റെ ശിഫായില്, ഇമാം ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വൻ നിഹായയില്, ഇമാം ഖസ്തല്ലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയയില്, ഇമാം സുയൂത്തി തന്റെ ഖസായിസില്, ഈ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ സീറത്തുൽ ഹലബിയില്, സീറത്തുൻ നബവിയില്, ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ മുത്തുനബിയെ പറ്റി പറയുന്ന ചരിത്രങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നടക്കാത്തതോ സംഭവിക്കാത്തതോ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സോഷ്യൽ മീഡിയകളും വാർത്താ മാധ്യമങ്ങളും ഇത്ര വിപുലമായ ഈ കാലഘട്ടത്തില് അവര് ലോകത്തോട് വിളിച്ചു പറയുമായിരുന്നു, വെണ്ടക്ക നിരത്തി അവര് പബ്ലിസിറ്റി ചെയ്യുമായിരുന്നു. മുസ്ലിമീങ്ങൾ ഈ പറയുന്നത് മുഴുവനും വ്യാജമാ, ഈ പറയുന്ന സംഭവങ്ങൾ മുഴുവനും നിരർത്ഥകമാ. പക്ഷേ നമ്മുടെ ഇമ്മത്ത്, നമ്മുടെ ചരിത്രകാരന്മാരെ പറഞ്ഞു വെച്ച ഒരു സംഭവത്തെ പോലും ഓറിയന്റലിസ്റ്റുകൾ എതിർക്കുന്നില്ല, എതിർത്തിട്ടില്ല. മങ്കൂസ് മൗലിദിൽ പറയുന്ന ഒരു സംഭവം പോലും ഓറിയന്റലിസ്റ്റുകൾ എതിർക്കുന്നില്ല, സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല, യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് പറയുന്നില്ല. അതിനാൽ ഇത് മുഴുവനും കൃത്യമാ, ഇത് മുഴുവനും സത്യമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ മുത്തുനബിന്റെ കാലഘട്ടത്തിൽ മൗലിദോതിയിരുന്നു, സ്വഹാബത്തിന്റെ കാലത്ത് മൗലിദോതിയിരുന്നു, താബീങ്ങളുടെ കാലത്ത് മൗലിദോതിയിരുന്നു എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ആ കാലഘട്ടത്തിലെ സർവ്വ ആളുകൾക്കും ഇതറിയാ, മുത്തുനബിന്റെ നൂററിയാ, അവിടുന്ന് ഗർഭം ധരിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ അറിയാ, അവിടുന്ന് പ്രസവിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ അറിയാ, അവിടുത്തെ കുട്ടിക്കാലത്തുള്ള അത്ഭുതങ്ങൾ അറിയാ. അല്ലാഹുവിന്റെ റസൂലിനെ അവര് കണ്ടവരാണ്, ഞാനും നിങ്ങളും കേട്ടറിഞ്ഞവരാ. ഹബീബായ തങ്ങള്, ഞാൻ എൻ്റെ സാധാരണക്കാരോട് ആ വിശാലമായ വഴിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. 1000 ആളുകളെ കൂട്ടത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് കാണാം 2 ചുമലുകൾ ഉയർന്നതായിട്ടു കാണാം. എത്ര നീളമുള്ള 2 ആളുകൾക്കിടയിൽ തങ്ങൾ നടന്നാലും തങ്ങളാണ് ഉയർന്നു കാണുക. എന്നാൽ തങ്ങൾ കൂടുതൽ പൊക്കം ഉള്ള ആളല്ല, തങ്ങൾ കുറിയ ആളല്ല. ഹബീബായ തങ്ങൾ ഒരിക്കൽ പോലും മുത്തുനബിക്ക് സ്വപ്നത്തിൽ സ്ഖലനമുണ്ടായിട്ടില്ല, അവിടുന്ന് സ്വപ്നസ്ഖലനമുണ്ടായിട്ടില്ല. സ്വപ്നസ്ഖലനം പിശാചിന്റെ ഭാഗമാണ്, പിശാചിന്റെ പ്രവർത്തനമാണ്. ദുസ്വപ്നങ്ങളൊക്കെ പിശാചിന്റെ വഴി, പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. പിശാചിൽ നിന്നുള്ള അംശം പോലും മുത്തുനബിയിൽ നിന്ന് നീക്കിയതാണ്.
സംഭവിച്ചതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹബീബിന്റെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല. 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലെങ്കിലും അവിടുന്ന് കാട്ടിച്ചിട്ട് മൂത്രിച്ചിട്ട് അവിടുത്തെ വിസർജ്യ വസ്തു വെളിയിൽ കണ്ടിട്ടില്ല. ഒരാളും അത് കണ്ടിട്ടില്ല. ഹബീബായ തങ്ങൾ കിടന്നിടത്ത് മൂത്രമൊഴിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ബീബി ആമിന റളിയല്ലാഹു അൻഹാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ചത് പോലും അബ്ദുല്ലാഹി എന്ന പിതാവ് അറിഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിതാവ് മരണപ്പെട്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനൊരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അവിടുന്ന് ഗർഭം ധരിച്ചത് അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അവിടുത്തെ ഖബറുള്ളത് യസ്രിബിലാണ്. കാരണം അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മായുടെ കുടുംബമുള്ളത് യസ്രിബിലാ. ആ യസ്രിബിലാണ് വഴി വെച്ചുകൊണ്ട് കച്ചവടം സംഘം തിരിച്ചു വരുമ്പോ രോഗബാധിതനായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിയെ ശുശ്രൂഷിക്കപ്പെട്ട് അവിടെ വെച്ച് മരിച്ചു മറവ് ചെയ്തതാ. പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാരാ? മുത്തുനബിക്കൊരു ഉമ്മയില്ല, മുത്തുനബിക്കൊരു താത്തയില്ല, മുത്തുനബിക്കൊരു ജേട്ടനില്ല, അനുജനില്ല, ഒരു പെങ്ങളില്ല. ഏക അവലംബം തൻ്റെ ഉമ്മയാ. 6 വയസ്സ് തികയുമ്പോഴാ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹാ മുത്തുനബിന്റെ ഉപ്പാക്കൊന്ന് ഉപ്പാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാനും തൻ്റെ വലിയുപ്പാന്റെ അമ്മാവന്മാരെ ഒന്ന് സന്ദർശിക്കാനും യസ്രിബിലേക്ക് കൊണ്ടുപോയതാ. മാസങ്ങളോളം അവിടെ താമസിച്ചതാ. ആ താമസിക്കുന്ന സമയത്ത് ആമിന ബീവി നീന്തൽ പഠിപ്പിച്ചതാ. ബനു നജ്ജാറിന്റെ കുളത്തിൽ വെച്ച് ഞാൻ നീന്തം പഠിച്ചിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് 53 കൊല്ലത്തിന് ശേഷം മശ്രിബിൽ തിരിച്ചു വന്നപ്പോ ഹബീബ് തിരിച്ചറിഞ്ഞതാ. കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കൽ സുന്നത്താ. നമ്മുടെ നബി അത് പഠിച്ചതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുമ്പോൾ ബഹുമാനപ്പെട്ട ആമിന ബീവിയുണ്ട്, ഉമ്മു ഐമൻ ബീവിയുണ്ട്. 3 തലമുറയെ ശുശ്രൂഷിച്ച മഹദിയാണ് ഉമ്മു ഐമൻ. ചെറുപ്പത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിലാളിച്ച് വളർത്തിയിട്ടുള്ള ബറക്ക, അബ്ശീനിയയിൽ നിന്ന് വന്ന ബറക്ക എന്ന് പേരുള്ള ഉമ്മു ഐമന. ആ ഉമ്മു ഐമനാണ് കൂടെയുള്ളത്, ആമിന ബീവിയോടൊപ്പമുള്ളത്. അതേ റസൂലുള്ളാഹിക്ക് തൻ്റെ ഉപ്പയുടെ അനന്തര സ്വത്തായിട്ട് കിട്ടിയതാണ്. ഈ ഉമ്മു ഐമൻ ബീവിയും ആമിന ബീവിയും മുത്തുനബിയും തിരിച്ചു വരുമ്പോ അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഉമ്മാക്ക് രോഗം പിടിപെടുകയാ. അതിൻ്റെ മുൻപാണ് അബ്ദുൽ മുത്തലിബിന് രോഗം പിടിപെട്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാവലംബമായ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വേദന കൊണ്ട് പൊളയുന്നത് കണ്ണിൽ കാണുന്നു. മരണം ബഹുമാനപ്പെട്ട ആമിന ബീവി ഉറപ്പിക്കുന്നു. ഈ ഉമ്മയുടെ വേദന കൊണ്ട് പൊളഞ്ഞ് മരിക്കുന്ന രംഗം കണ്ടപ്പോ മുത്തുനബിയാകുന്ന 6 വയസ്സുള്ള ബഹുമാനപ്പെട്ട റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു.
അല്ലാ, വലിയ ബുദ്ധിയല്ലേ, വലിയ വളർച്ചയല്ലേ. നമ്മളെ കുട്ടികളെ പോലെയാണോ? ഹബീബായ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്തു തന്നെ രണ്ട് കൈയും നിലത്ത് കുത്തിയിട്ട് കണ്ണുകൾ മേൽപോട്ടുയർത്തി സുജൂദിൽ കിടക്കുന്നത് പോലെ ഭൂമിയിൽ പ്രസവിച്ച് വീണവരാ. ശിഫാ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തതാ, അതെല്ലാം ലോകത്തോട് പറഞ്ഞതാ. ആ കാലഘട്ടത്തിലെ സർവാളുകൾക്കും അത് പരിചയമാ. ഇരിക്കട്ടെ, 80 ദിവസം പ്രായമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതേ 90 ദിവസമായപ്പോൾ ചുമര് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. 4 വയസ്സ് 4 മാസം പ്രായമായ തങ്ങള് മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കുമായിരുന്നു. 4 മാസത്തിൽ തന്നെ തങ്ങൾ സംസാരിക്കുമായിരുന്നു. 6 മാസം തികഞ്ഞപ്പോൾ അക്ഷരസ്ഫുടയോടുകൂടി സംസാരിക്കുമായിരുന്നു. അറബിയിൽ വെച്ച്, അറബ്യയിൽ വെച്ച് ഏറ്റവും നല്ല സ്ഫുടഭാഷയിൽ സംസാരിക്കുന്ന കുടുംബമാണ് ബനൂ സഅദ് ഗോത്രം, ഹലീമ ബീവിന്റെ ഗോത്രം. അതുകൊണ്ടാ ഹലീമ ബീവിനെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്, ഭാഷ ശുദ്ധിയാവാനാ. ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി 10 മാസം റസൂലുള്ളാഹിക്ക് പ്രായമായപ്പോ 2 കുട്ടികളോടൊപ്പം അമ്പും വില്ലും എടുത്ത് തങ്ങൾ കളിക്കുമായിരുന്നു. വല്ലാത്ത വളർച്ചയല്ലേ. ഒരാള് പോലും ഈ കുട്ടിയെ കണ്ടിട്ട് അത്ഭുതപ്പെടാതിരുന്നിട്ടില്ല, അതിശയിക്കാതിരുന്നിട്ടില്ല, ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല, ഒരു വികൃതിയും കാണിച്ചിട്ടില്ല, ഒരു കുസൃതിയും കാണിച്ചിട്ടില്ല, എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂല് വളർന്നതാണെന്ന് മക്കയിൽ ആർക്കാണ് അറിയാത്തത്? അബൂജഹലിനറിയാ, ഉത്ബത്തിനറിയാ, ശൈബത്തിനറിയാ, അബൂലഹബിനറിയാ, വാസുബിന് വായിലിനറിയാ, വലീദ് ഇബ്നു മുഗീറക്കറിയാ, ശത്രുക്കൾക്കറിയാ, മിത്രങ്ങൾക്കറിയാ. ആ രൂപത്തിൽ തങ്ങളെപ്പറ്റി എല്ലാം അറിയാ. അന്ന് മൗലിദ് വേണ്ട, അന്നിത് പഠിപ്പിക്കണ്ട, അന്നിത് ചൊല്ലിപ്പറയണ്ട. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, അവിടുത്തെ ജീവിതകാലത്ത് ഹസൻ മുസ്ലിയാരെ പറ്റി പ്രസംഗിക്കേണ്ടതുണ്ടോ? ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പ്രവർത്തകരോട് പരിചയപ്പെടുത്തേണ്ടതുണ്ടോ? ഹസൻ മുസ്ലിയാർ ആരാണെന്ന് പറയേണ്ടതുണ്ടോ? അതല്ലേ ഓരോ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ, അണ്ടോണ പി.കെ.എം. ഉസ്താദ്, അവരൊക്കെ ഇന്ന് മരണപ്പെട്ടതാ 10 ആണ്ടുകൾ കഴിഞ്ഞപ്പോ. ഇന്നത്തെ പ്രവർത്തകർക്ക് ഹസൻ മുസ്ലിയാർ അറിയുമോ? ഇന്നത്തെ പ്രവർത്തകർക്ക് മർഹൂം അണ്ടോണ ഉസ്താദിനെ അറിയുമോ? ഇന്നത്തെ പ്രവർത്തകർക്ക് ശംസുൽ ഉലമയെ അറിയുമോ? താജുൽ ഉലമയെ അറിയുമോ? വണ്ടൂര് താജുൽ ഉലമനെ അറിയുമോ? അവരൊക്കെ വലിയ വലിയ മഹാന്മാരല്ലേ. അതുകൊണ്ട് ഇപ്പോൾ അവരെ പറ്റി ശരിക്കും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തണം. അവരെ പറ്റി നല്ലപോലെ പഠിക്കണം, പഠിപ്പിക്കണം. ഇത് സ്വാഭാവികമല്ലേ? ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞാൽ ഹസൻ മുസ്ലിയാർ ആർക്കറിയും മക്കളെ? അതൊക്കെ ശരിക്കും നമ്മൾ മൗലിദിലൂടെ അവിടുത്തെ ബഹുമാനാദരവുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ആത്മാർത്ഥതകൾ ജനങ്ങളോട് നമ്മൾ പറയേണ്ടി വരില്ലേ? എന്നതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം, സ്വഹാബത്തിന്റെ കാലം, താബീങ്ങളെ കാലം, ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരത്ഭുതവും പറയേണ്ടതില്ല, ഒരു പ്രത്യേകതയും പറയേണ്ടതില്ല. ആബാലവൃന്ദം ജനങ്ങളും അതറിയുന്നവരാണ്. പിൽക്കാലത്ത് 10-300 കൊല്ലം കഴിഞ്ഞപ്പോ മുത്തുനബിന്റെ നൂററിയില്ല, മുത്തുനബിന്റെ ജന്മത്തെ പറ്റിയുള്ള അത്ഭുതങ്ങൾ അറിയില്ല, അവിടുത്തെ വ്യക്തിപ്രഭാവം അറിയില്ല, അവിടുത്തെ സഹിഷ്ണുത അറിയില്ല, അവിടുന്ന് പ്രസവിക്കപ്പെട്ട സമയത്തുണ്ടായ അത്ഭുതങ്ങൾ അറിയില്ല, ഗർഭമുള്ള സമയത്തുണ്ടായ ആമിന ബീവിന്റെ അനുഭവങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മൗലിദും ഒരേ രൂപത്തിൽ
ആദ്യം മുത്തുനബിന്റെ നൂറ് ഹിക്കായത്ത് ആദ്യത്തില്, രണ്ടാം ഹിക്കായത്തിൽ തങ്ങളുടെ കഥനങ്ങളെ കുറിച്ച് അവിടുന്ന് ഗർഭം ധരിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങള്, മൂന്നാമത്തെ ഹിക്കായത്തിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയെ പ്രസവിക്കുന്ന സമയത്ത് പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങൾ. ഇതുകൊണ്ടാണ് അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറയാനുണ്ടായ കാരണം തീർന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമല്ലയോ ഹിജ്റ AD 800 മുതൽക്ക് 1300 വരെയുള്ള കാലഘട്ടം. AD 800 മുതൽക്ക് AD 1300 വരെയുള്ള സുവർണ കാലഘട്ടം ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം. ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത കാലഘട്ടം. ഇമാം ഫൗറുദ്ദീൻ റാസി തങ്ങളെ കാലഘട്ടം, ഇമാം ഗസാലി തങ്ങളെ കാലഘട്ടം, ഇമാം നവവി തങ്ങളെ കാലഘട്ടം, ഇമാം മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ കാലഘട്ടം, ഇമാം ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ കാലഘട്ടം, ഇങ്ങനെ ഇമാമുൽ ഹറമൈനിയുടെ കാലഘട്ടം, അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി തങ്ങളെ കാലഘട്ടം, വല്ലാത്തൊരു കാലഘട്ടം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി തങ്ങളെ കാലഘട്ടം. നിങ്ങൾക്ക് തോന്നും ഹിജ്റ 300 എന്ന് കഴിഞ്ഞാൽ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞതാണെന്ന്. ആ 300 കഴിഞ്ഞിട്ട് 1100 കൊല്ലം കഴിഞ്ഞു. ഈ 1100 കൊല്ലങ്ങൾക്കിടയിൽ എത്ര പണ്ഡിതരാ, എത്ര ആൺകുട്ടികളാ, എത്ര ലോകമറിഞ്ഞ ഇമ്മത്തുകളാ. സലാഹുദ്ദീൻ അയ്യൂബിനെ അറിയുമോ? സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു തന്റെ അമ്മാവന് ഖിദ്മ ചെയ്യാൻ വേണ്ടി കൊട്ടാരത്തിൽ വന്ന് പിൽക്കാലത്ത് അധികാരത്തിന്റെ നെറുകയിലെത്തി അവസാന ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച് ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിലാഷമായിരുന്ന ഖുദ്സിന്റെ മോചനം ഒരു കാലത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ, പിൽക്കാലത്ത് വീണ്ടും ചൂതന്മാര് ഖുദ്സ് പിടിച്ചടക്കിയിരുന്നുവെങ്കിൽ ആ ഖുദ്സ് പിൽക്കാലത്ത് മോചിപ്പിച്ചതാരാ? സലാഹുദ്ദീൻ അയ്യൂബിയ. ആൺകുട്ടികളാ, വലിയ മഹാനാ. അല്ലാ എന്റെ ചരിത്രം മാറിപ്പോകുന്നത് കൊണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. ഈ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അളിയനാണ്, തന്റെ പെങ്ങളെ ഭർത്താവാണ്. ഇറബിൽ ഭരിച്ചിരുന്ന മുസഫർ ചക്രവർത്തി. ആഖിർ സമാനിലെ മക്കൾ അറിയണം, മുസ്ലിം ഉമ്മത്ത് അറിയണം, മുസ്ലിം ചെറുപ്പക്കാരറിയണം, മുസ്ലിം സഹോദരിമാരറിയണം. അതേ, പലരും എഴുതി വിടാറുണ്ടല്ലോ, ഇറബിലെ ഭരണാധികാരിയായ മുസഫർ ചക്രവർത്തിയോ ഈ മൗലിദ് ഇങ്ങനെ കേമമായി കൊണ്ടാടിയത്. ആരാണ് ഈ മുസഫർ? സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളെ അളിയനാ. റബീഅത്ത് ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചതിനാൽ. ഈ സലാഹുദ്ദീൻ അയ്യൂബിയ മുസഫർ ചക്രവർത്തിയെ പറ്റി അറിയുമോ? എത്ര ലളിതമായി ജീവിച്ചിരുന്ന ആളാ. കൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നിട്ടും 5 ദിർഹമിന്റെ കുപ്പായം ധരിച്ച് ലളിത ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട മുസഫർ ചക്രവർത്തി തന്റെ ഭാര്യ പറയുമായിരുന്നു, നിങ്ങൾക്ക് വല്ലാത്തൊരു മോശമില്ലേ? ഈ വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാകുന്ന നിങ്ങള് കേവലം നിങ്ങൾ 5 ദിർഹമിന്റെ കുപ്പായം ആദരിക്കുന്നത് അത്രയ്ക്കും ലളിതമായ ജീവിതം നയിച്ച മുസഫർ ചക്രവർത്തി മുത്തുനബിന്റെ മൗലിദ് വരുമ്പോൾ, റബീഉൽ അവ്വൽ വരുമ്പോൾ, ആ റബീഉൽ അവ്വൽ ബഹുമാനപ്പെട്ട മുസഫർ ചക്രവർത്തി റബീഉൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന മുസഫർ ചക്രവർത്തി 3 ലക്ഷം ദീനാർ ഉപയോഗിച്ച് മുത്തുനബിന്റെ മൗലിദ് നടത്തിയവരാ. 3
3,00,000 ദീനാറാണ്. ദീനാറ് സ്വർണമാണ്, ദിർഹം വെള്ളിയാണ്. 5 വെള്ളിയിടക്ക് വിലവരിക്കാത്ത കുപ്പായം ധരിച്ച് അത്രയും ലാളിത്യം ലോകത്തിന് പഠിപ്പിച്ച മുസഫർ മുത്തുനബിന്റെ മൗലിദിന് ചെലവഴിക്കുന്നത് ഓരോ വർഷവും 3,00,000 ദീനാറാണ്. 5000 ആടുകൾ പൊരിക്കുന്നു, 5000 കോഴി മറ്റു മൃഗങ്ങൾ പൊരിക്കുന്നു. 1,32,000 പ്ലേറ്റുകളും പാത്രങ്ങളും നിരത്തുന്നു. ഹബീബായ തങ്ങളെ കുറിച്ച് മൗലിദ് പാരായണം ചെയ്യുന്നതിന് ആ മൗലിദ് എഴുതുന്നവർക്ക് കൊടുത്തത് 1000 ദീനാറാണ്. അല്ലാ ഹബീബിനോട് കാണിച്ചിരുന്ന ആദരവാണ്. മോനെ, ഞാൻ ചോദിക്കുന്നു, മുത്തുനബിന്റെ മൗലിദ് ആഘോഷിക്കുമ്പോ അല്ലാ എത്ര വിപുലമായിട്ടാ നിന്റെ മകളെ കല്യാണം നടത്തിയത്, നിന്റെ മകന്റെ കല്യാണം നടത്തിയത്. എത്ര ലക്ഷങ്ങളാ നീ പൊടിപൊടിച്ചത്, എത്രയാ നിന്റെ വീട് അലങ്കാരം കൂട്ടിയത്, എത്ര ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് നീ മണ്ഡപങ്ങൾ സെറ്റ് ചെയ്തത്, എത്രണ്ടാം സൗകര്യങ്ങളാണ് ഒരുക്കിയത്. അതേ സമയത്ത് ഹബീബായ ആരെങ്കിലും നമ്മളെ കൊണ്ട് സന്തോഷിച്ചാൽ, നമ്മൾ കാരണം ആരെങ്കിലും സന്തോഷിച്ചാൽ ഫരിഹിനാബി, അവനെ കൊണ്ട് നമ്മളും സന്തോഷിക്കുമെന്ന് ഹബീബ് മുത്തുനബി പറഞ്ഞിട്ടുള്ള ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തുനബിനോട് മഹബത്തുണ്ടോ, ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ, നബിയെ സ്നേഹിക്കാൻ അറിഞ്ഞിട്ടുണ്ടോ? ആ ഹബീബിന് വേണ്ടി, ഹബീബിനോടുള്ള സന്തോഷത്തിന് വേണ്ടി എനിക്ക് ഏറ്റവും വലിയ എൻ്റെ വിഭവസമൃദ്ധമായി എൻ്റെ വീട്ടിൽ ഭക്ഷണം ഒരുക്കേണ്ടത് മുത്തുനബിന്റെ പേരിലാവണം. ഞാൻ ഏറ്റവും വലിയ സദ്യ നടത്തുന്നത് മുത്തുനബിന്റെ പേരിലാവണം. എൻ്റെ വീട് ഏറ്റവും അലങ്കരിക്കുന്നത് അത് മുത്തുനബിന്റെ പേരിലാവണം. ഞാൻ ഏറ്റവും ആളെ കൂട്ടുന്നത് അത് മുത്തുനബിന്റെ പേരിലാവണം. ഞാൻ ഏറ്റവും ത്യാഗം ചെയ്യുന്നത് അത് മുത്തുനബിന്റെ പേരിലാവണം. ഞാൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അത് മുത്തുനബിന്റെ പേരിലാവണം. എന്തേ ചിന്തിക്കാതിരുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എൻ്റെ മുത്തുനബിനെ പറ്റിയാവണം. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എൻ്റെ മുത്തുനബിനെ പറ്റിയാവണം. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ മുത്തുനബിനെ പറ്റിയാവണം. എന്തേ മുസ്ലിമേ ചിന്തിക്കാത്തത്? എന്തേ മുസ്ലിമേ ഓർക്കാത്തത്? എനിക്കൊരുപാട് പറയാനുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാ. കൂടുതൽ സമയം പറയരുതെന്ന് നിർദ്ദേശമുണ്ട്. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരൊറ്റ കാര്യം, തങ്ങളെപ്പറ്റി പറയുന്നത്, തങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ പാടുന്നത് ആരാ? തങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ആരാ? ആഖിർ സമാനിലെ മക്കളെ, കമുലമിനർ റിജാലി, പുരുഷന്മാരിൽ ഒരുപാട് ആളുകൾ തികഞ്ഞവരുണ്ട്. കാമിലീങ്ങളായ പുരുഷന്മാർ ഒരുപാടുണ്ട്. അമ്പിയാക്കളൊക്കെ പൂർണ്ണവന്മാരാണ്. അവരെല്ലാം കൊണ്ടും തികഞ്ഞവരാണ്. വിശ്വാസത്തിൽ തികഞ്ഞവരാ, സ്വഭാവത്തിൽ തികഞ്ഞവരാ, പ്രവർത്തനത്തിൽ തികഞ്ഞവരാ, എല്ലാം കൊണ്ടും പരിപൂർണത കൈവരിച്ചവരാ. അതേ സമയത്ത് വലം തക്കുമുൽ മിനൻ നിസായി, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ തികഞ്ഞ പെണ്ണുങ്ങളില്ല. 4 പെണ്ണുങ്ങളെ തികഞ്ഞ പെണ്ണുങ്ങളുള്ളൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്ന് ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് തികഞ്ഞ പെണ്ണുങ്ങൾ 4 പെണ്ണുങ്ങളാണ്. ഒന്നാരാണെന്നറിയോ? ഒന്ന് ആസിയത്ത് ബിൻതി ഫിർഔൻ, ആസിയത്തി ഇംറാത്തി ഫിർഔന, ഫിർഔന്റെ ഭാര്യയാകുന്ന മഹദി ആസിയത്ത് ബിൻതി മുസാഹിമിൻ,
മുസാഹിമിന്റെ മകളാകുന്ന ആസിയ ബീവി ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരു തികഞ്ഞ പെണ്ണാ, സർവവും അല്ലാഹ്ക്ക് സമർപ്പിച്ച പെണ്ണാ, ആദർശം കൈവിടാത്ത പെണ്ണാ, ഈമാനുള്ള പെണ്ണാ, തികഞ്ഞൊരു പെണ്ണാ. നാളാഖിറത്തിലെത്തുമ്പോ ആദ്യത്തെ കല്യാണം ദുനിയ സ്വർഗത്തിൽ വെച്ച് നടന്ന കല്യാണമാ. ആദം നബി ഹവ്വാ ബീവിയെ കെട്ടിയ കല്യാണമാ. അത് സ്വർഗത്തിൽ വെച്ച് നടന്ന കല്യാണമാ. സ്വർഗത്തിൽ നിന്നുണ്ടായ മോനാ ഹാബീൽ. അതേ കാബീലിന്റെ കൂടെയുള്ള പെങ്ങള്, അതിന് സൗന്ദര്യം കൂടുതലാ. അതുകൊണ്ടാണ് കാബീലിന് ഹാബീലിനോട് അനിഷ്ടം തോന്നിയത്. അതേ സമയത്ത് ഹാബീലിന്റെ കൂടെ വന്ന പെണ്ണുണ്ടല്ലോ, പെങ്ങളുണ്ടല്ലോ, ദുനിയാവിൽ വന്ന ശേഷം പിറന്നവരാ. സ്വർഗത്തിൽ വെച്ച് പിറന്ന പെണ്ണ് മോളാണ് കാബീലിന്റെ കൂടെ പിറന്ന പെണ്ണ്. ആ പെണ്ണ് കെട്ടിയത് ഹാബീലാണ്. അതുകൊണ്ട് കാബീലിന് ഹാബീലിനോട് അനിഷ്ടം തോന്നിയതാണ്. ഇരിക്കട്ടെ, ഇനി അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാ. മുത്തുനബിന്റെ കല്യാണമാ. അവിടുത്തെ ഒരു തൃക്കല്യാണമുണ്ട്. ആ തൃക്കല്യാണത്തിൽ കൂടാനും ആടാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യാറില്ലേ? ആസിയ ബീവിയെ കെട്ടുന്ന കല്യാണമാ, മറിയം ബീവിയെ കെട്ടുന്ന കല്യാണമാ. ആഖിറത്തിലെത്തുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. നാളെ മശ്ശറയിൽ വെച്ചുകൊണ്ട് മുത്തുനബിന്റെ ഉമ്മത്തീങ്ങള് വിളിക്കുന്ന ഒരേ വിളിയുണ്ട്, അല്ലാ അല്ലാ. അമുസ്ലിമീങ്ങളല്ല, നബിയെ വിശ്വസിക്കാത്തവരല്ല. അതേ അല്ലാഹുവിന്റെ റസൂലിനെ അടിസ്ഥാനപരമായി വിശ്വസിച്ച വിശ്വാസികളാ. ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാ, പലിശ വാങ്ങിപ്പോയവരാണ്, കൊടുത്തു പോയവരാ, വ്യഭിചരിച്ചു പോയവരാ, പല തിന്മകളും ചെയ്തു പോയവരാ. അതേ റസൂലുള്ളാഹിന്റെ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോയവരാ, നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്തിയവരാ, അന്യപുരുഷന്മാര് ആകർഷിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാ, പല തിന്മകളും ചെയ്തവരാ. ആഖിറത്തിൽ അവരൊക്കെ വിളിക്കുന്ന ഒരേ ഒരു വിളി, വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബൽ ഖാസിമാ. മുത്തുനബിനെയല്ലാതെ ആഖിറത്തിൽ വിളിക്കൂല, അല്ലാഹനെ വിളിക്കൂല. മുത്തുനബിയെ മാത്രമേ അന്ന് വിളിക്കൂ. ഈ വിളി ഇങ്ങനെ തുടരുമ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള സുറാദിഖാത്തില് ചായ്പിൽ രണ്ട് പെൺകൊടികൾ നിൽക്കുന്നുണ്ട്. ആസിയ ബീവിയാ, മറിയം ബീവിയാ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു പറയുന്നു, ഈ ഉമ്മത്തു നബി അവരെ പ്രവാചകനെയല്ലേ വിളിക്കുന്നത്, അവരെ പ്രവാചകനോടല്ലേ സഹായം തേടുന്നത്. ഈ പ്രവാചകരെവിടെയാ നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് കേൾക്കുന്നു ആസിയ ബീവിന്റെ ശബ്ദം. ആസിയ ബീവിയെ കാണുന്നു. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭർത്താവിൽ നിന്ന് സഹിക്കാവുന്നതിനപ്പുറം സഹിച്ച പെണ്ണാ. ഫിർഔന്റെ കിരാതമർദ്ദനങ്ങൾക്ക് അതേ പാത്രീഭൂതയായ പാവപ്പെട്ട പെണ്ണാ. ഒരിക്കൽ പോലും അനുഭവിക്കാൻ ഫിർഔന് കഴിഞ്ഞിട്ടില്ല. ആസിയ ബീവിയെ കണ്ടാനന്ദിക്കാൻ മാത്രമേ ഫിർഔന് കഴിഞ്ഞിട്ടുള്ളൂ. റംസീസ് രണ്ടാമന്റെ ഭാര്യയായിരുന്ന മഹദിയായ ആസിയത്ത് ബിന്ത് മുസാഹിമ ഒരു തികഞ്ഞ പെണ്ണാ. വമറിയമു ബിൻതി ഇമ്രാൻ, ഇമ്രാന്റെ മകളാകുന്ന മറിയം ബീവി എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണാണ്. ആ പെണ്ണിനെയും കല്യാണം കഴിക്കുന്നത് മുത്തുനബിയാ. ഈ ദുനിയാവിൽ വെച്ച് കല്യാണം കഴി
കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അപാരമായ കുദ്റത്ത് ലോകത്ത് പ്രകടമായത് ഈ മറിയം ബീവിയിലൂടെയാ. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു, എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു, എന്തെല്ലാം ആരോപണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ മറിയം ബീവി മുത്തദാ തികഞ്ഞൊരു പെണ്ണാണ്. അത് പൂർവകാല സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ ഉമ്മത്തിൽ പിന്നൊരു തികഞ്ഞ പെണ്ണുണ്ട്. അതറിയുമല്ലോ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുത്ത് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ ഭാഗമാകുന്ന ഫാത്തിമ ബീവി റസൂലിന്റെ ഭാഗമല്ലേ, അവിടുത്തെ കഷ്ണമല്ലേ. അതുകൊണ്ടത് തികഞ്ഞ പെണ്ണാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. നാലാമതൊരു പെണ്ണുണ്ട്. അതാരാണെന്നറിയുമോ? ഖദീജത്തു ബിൻതു ഖുവൈലിദിൻ. ഖുവൈലിദിന്റെ മകൾ ബീവി ഖദീജയാ. ഇത്ര കണ്ട് മുത്തുനബിയെ പ്രണയിച്ച, നബിയെ പറ്റി പറഞ്ഞ, നബിക്ക് വേണ്ടി സമർപ്പിച്ച, നബിക്ക് വേണ്ടി സഹിച്ച, നബിയെ പറ്റി അറിഞ്ഞൊരു പെണ്ണ് ഈ ഉമ്മത്തിലില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും തികഞ്ഞൊരു പെണ്ണ് ബീവി ഖദീജയാ. 5 വഖത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഒന്നുപോലും അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. റമദാൻ നോമ്പനുഷ്ഠിച്ചിട്ടില്ല. സക്കാത്ത് കൊടുത്തിട്ടില്ല. ഖുർആൻ 30 ഓതിയിട്ടില്ല. ഖത്മ് തീർത്തിട്ടില്ല. വ്യവസ്ഥാപിതമായ ഹജ്ജ് ചെയ്തിട്ടില്ല. അന്നൊന്നും ഖദീജ ബീവിന്റെ കാലത്ത് ഇതൊന്നും ഇസ്ലാമിലില്ല. പക്ഷേ എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണ് ബീവി ഖദീജയാ. ഖദീജ ബീവിയെ പോലത്തെ ഒരു തികഞ്ഞ പെണ്ണില്ല. എന്താ കാര്യം? മുത്തുനബിനെ പറ്റി ഖദീജ ബീവി അറിഞ്ഞതുപോലെ ഒരാൾക്കും അറിയില്ല. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. അവിടുത്തെ അത്ഭുതങ്ങൾ വിജയത്ത് കണ്ട് മുസ്ലിമായതല്ല. നേരത്തെ തങ്ങളെപ്പറ്റി അറിയാം. ജൂതന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിലൊരു ബഹുമാനപ്പെട്ട റസൂലുള്ള വരുന്നുണ്ട്. ആ റസൂലുള്ളാനെ മനസ്സിലാക്കിയിട്ട് വിവാഹാന്വേഷണം നടത്തി കല്യാണം കഴിച്ച മഹദി ബീവി ഖദീജ 54 വയസ്സുള്ളപ്പോൾ 8 മാസം വയറ്റിൽ ഗർഭമുള്ളപ്പോൾ ഹിറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഭക്ഷണം എത്തിച്ച ബഹുമാനപ്പെട്ട ബീവി ഖദീജ. പിൽക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖദീജയെ പറ്റി ഓർക്കുമ്പോൾ കരയാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ആരാണ് തങ്ങളെപ്പറ്റി കൂടുതൽ പറയുന്നത്, അറിയുന്നത്, കേൾക്കുന്നത്, സമർപ്പിക്കുന്നത്, തങ്ങൾക്ക് നൽകുന്നത്, ചെലവഴിക്കുന്നത്, അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പഠിക്കാനും പകർത്താനും പാടാനും അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം ഈ റബീഉൽ അവൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ റബീഉൽ അവൽ വരുമ്പോഴും തങ്ങളെപ്പറ്റി കഴിഞ്ഞ കാലഘട്ടത്തിൽ പഠിക്കാത്തതും കേൾക്കാത്തതും അറിയാത്തതും ചെയ്യാത്തതും ചെയ്ത് തങ്ങളോടൊരു ബന്ധമുണ്ടാക്കി തീർക്കണം. നാളെ ആഖിറത്തിൽ നിങ്ങൾക്കറിയുമോ, മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ നന്മയും ആഖിറ വല്ലദീന ഖലതു അമലൻ സ്വാലിഹൻ വആഖിറ സയ്യിഅൻ, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും കൂട്ടിക്കലർത്തിയിട്ടുള്ള ആളുകൾ, നമ്മളെപ്പോലത്തെ പാവങ്ങൾ. അതാ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അടിസ്ഥാനപരമായിട്ട് വിശ്വാസമുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ട്. ആഖിറ സയ്യൻ, ഒരുപാട് തെറ്റുകളും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്കാണ് വിചാരണ, അങ്ങനത്തെ ആളുകൾക്കാണ് ഏടുകൾ നൽകപ്പെടുന്നത്, അങ്ങനത്തെ ആളുകളോടാണ് അള്ളാഹു ഹിസാബ് എടുക്കുന്നത്. അങ്ങനെ ഹിസാബ് എടുക്കുമ്പോൾ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന അത്തരം ആളുകൾക്കേ തൂക്കപ്പെടുന്നുള്ളൂ. തൂക്കപ്പെടുമ്പോൾ ഫലാ നാദിറുൻ ഇല്ലാ ഇലൈഹി തമുഹു, സർവ കണ്ണുകളും മുത്തുനബിയിലേക്ക് നീളും.
തങ്ങളൊന്ന് തിരിച്ചു നോക്കിയെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തുകൊണ്ട് സർവ്വ കണ്ണുകളും നബിയിലേക്ക് നീളുന്നൊരു ദിവസമുണ്ട്. ആയിഷ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ തങ്ങളെ കാണാത്തവർ, തങ്ങളെപ്പറ്റി കേൾക്കാത്തവർ, തങ്ങളെപ്പറ്റി പറയാത്തവർ, ഒരു സലാത്ത് പോലും കേൾക്കാത്തവർ, അതിനുപോലും തയ്യാറാവാത്തവർ, ഒരു സലാത്തിൻ്റെ മജ്‌ലിസിൽ പോലും പങ്കെടുക്കാത്തവർ, എല്ലാ ആളുകൾക്കും അന്നൊരേ ഒരു നോട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തങ്ങളൊന്ന് എന്നെ നോക്കിയെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് പരിഗണിച്ചെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അന്നത്തെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ നോക്കണം, നമ്മളെ പരിഗണിക്കണം, നമുക്ക് വേണ്ടി അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യണം, പെടാൻ കഴിയണം. ഇമാം ഫറൂസ് ബുസ്തീരി തങ്ങൾ പറഞ്ഞ പോലെ ഇല്ലം തകുൻ നാഹിദം ഇല്ലം തകുൻ ഫീ മആദി ആഹിദം ബിയദി, തങ്ങളെങ്ങാനും എൻ്റെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ ഫദലും വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, അവിടുത്തെ ഔദാര്യം കൊണ്ട്, അവിടുത്തെ ഇഷ്ടം കൊണ്ട്, അവിടുത്തെ പരിഗണന കൊണ്ട് തങ്ങളെങ്ങാനും എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ പാദങ്കാല് വഴുതിയിട്ട് ഞാൻ നരകത്തിൽ വീണുപോയതു തന്നെ എന്ന് പറഞ്ഞ ബുസ്തീരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതൊക്കെ പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് തന്നതുപോലെ, ഈ മജ്‌ലിസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ, ഈ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഇവിടെ എത്തണമെന്ന് അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചതുപോലെ, അതിന് അള്ളാഹു അവസരം തന്നതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാനും പകർത്താനും, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനും, അവിടുത്തെയോട് ഇഷ്കും മഹബത്തും വർദ്ധിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യും മാറാവട്ടെ. ഈ മജ്‌ലിസ് അതിന് നിമിത്തമാക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എല്ലാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് തങ്ങളുപ്പാപ്പ വരുന്നുണ്ട്. ഈ മജ്‌ലിസ് അല്ലാഹു സ്വീകരിച്ച മജ്‌ലിസുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ തങ്ങളെപ്പറ്റി പറയുന്ന മജ്‌ലിസായതിനാൽ തങ്ങളുടെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാകും. ആ സാന്നിധ്യമുള്ള അവിടുന്ന് പരിഗണിക്കുന്ന മജ്‌ലിസിൽ ഈ മജ്‌ലിസ് ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അക്സിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അഇസ്സ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ ബാരിക് ഫി ഉമ്മത്തി മുഹമ്മദിൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വഅസ്ഹാബി മുഹമ്മദിൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.